ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അന്നേട്ടാ ഒരു ഹായ് പറഞ്ഞേ. ഇതുവരെ എന്റെ അനിയനായ പെത്തന്റെ ഏട്ടനാട്ടോ. അപ്പോ രാത്രിയാണ് ഗൈസ്, നമ്മൾ പൂനൂരിലേക്ക് യാത്ര പോവുകയാണ്. എന്താ പ്രത്യേകിച്ച് കാരണം എന്ന് ചോദിച്ചാൽ നാളൊരു ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷനും കാര്യങ്ങളൊന്നും ഇപ്പൊ പറയാൻ താല്പര്യമില്ല. ഒക്കെ പറയാനൊക്കെ സമയമാകുമ്പോ അട്ടങ്ങോട്ട് പറയും നാം. അപ്പൊ നിങ്ങള് വിചാരിക്കും അരുണേട്ടന്റെ വല്ല നിശ്ചയവുമാണെന്ന്. അങ്ങനെയൊന്നും തെറ്റിദ്ധരിച്ചിട്ടല്ലേ. അപ്പൊ ആകെ എനിക്കുള്ളൊരു അപ്പൊ അങ്ങനെയാണ്. അപ്പൊ വീട്ടിലോട്ട് പോവാണ്. പൂനൂര് വാപ്പി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെ അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് അരുണേട്ടന്റെ വീട്ടിലൊന്ന് കയറി. കുറച്ച് പൂച്ചക്കുട്ടികൾ ഉണ്ടായിരുന്നു, അവന്മാരെയൊക്കെ ഒന്ന് കണ്ടു. പോരാത്തതിന് നാളത്തെ ഫംഗ്ഷന് അരുണേട്ടൻ്റെ അച്ഛനോടും അച്ഛൻ്റെ വകയായിട്ട് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു, അതെടുത്തു. അപ്പോൾ പൂച്ചക്കുട്ടീൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുഞ്ഞി പൂച്ചസ് എന്ത് രസാന്നറിയോ. പിന്നെ പേർഷ്യൻ കാറ്റ് ഉണ്ടല്ലോ, ആർക്കെങ്കിലും വേണമെങ്കിൽ ഗൈസ് കമന്റ് ഇട്ടാ മതി, കൊടുക്കുന്നു പറഞ്ഞ അമ്മ. പിന്നെ 5 എന്തിനു പോയിട്ട് 2 ഓൾറെഡി തന്തയും തള്ളിയുണ്ട്. പൂച്ചയുടെ തന്തയും തള്ളി കേട്ടോ. ഇനി അരുണേട്ടന്റെ തന്തയും തള്ളിയാണെന്ന് പറയരുത്. പേർഷ്യൻ കാറ്റിനെ വളർത്തിയവരുണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കുക. ഇടോ എന്നാ ക്യൂട്ടാ, ആൾക്കാർ കൊടുക്കാൻ തോന്നുന്നു. ഫേസ് കണ്ടാൽ ഭയങ്കര ക്യൂട്ടാട്ടോ ആള്. അപ്പോൾ അതാണ്. പിന്നെ ഞങ്ങൾക്ക് നാളെ ഒരു സംഭവം കൂടി ഉണ്ട്. ആ സംഭവം ഞങ്ങൾ പ്രത്യേകിച്ചൊരു വീഡിയോ ഇടും. അത് കാരണം അരുണേട്ടൻ്റെ ഒരു പ്രൗഡ് മൂമെൻ്റ് എന്ന് തന്നെ പറയാം. അതെന്താ ഏതാന്നൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എന്നിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. ബാക്കി പൂനൂരെത്തിയിട്ട് പൂനൂര് ഒരു ദിവസത്തേക്ക് ഒട്ടിച്ച എൻ്റെ വാപ്പയുടെ ഓട്ടോയും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം സാധനങ്ങളൊക്കെ മേടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തോ ഇനി വാപ്പ എന്നെ കെട്ടിക്കൊന്നുമില്ലായിരിക്കും ഗൈസ്. പഠിച്ചോനെ വല്ല ഡോക്ടറോ കളക്ടറോ ഒക്കെ ആയിരിക്കണേ. മറ്റേ എന്ത് താത്തയായിരുന്നു, ഒരു പുതിയൊരു യൂട്യൂബർ താത്ത ഇറങ്ങിയില്ലേ, അപ്പൊ യൂട്യൂബ് മുങ്ങിപ്പോയി എന്ന് പറഞ്ഞ താത്ത. ആ താത്ത പറയും പോലെ ഡോക്ടർ ആയാലും എനിക്ക് കുഴപ്പമില്ല, കാരണം ഇൻസൈഡൊക്കെ ചെയ്തിട്ട് ഗെറ്റപ്പിൽ ഉണ്ടാവും. ഇനി കളക്ടർ ആണെങ്കിലും ഞാൻ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ വാപ്പ കെട്ടിക്കാനൊന്നും അല്ലായിരിക്കും. എന്തോ ആവട്ടെ. അപ്പൊ ഏതായാലും പൂനൂര് പോവാണ്. ഇന്നത്തെ ഒരു ഡേ പൂനൂരാണ്. അപ്പൊ അല്ലടേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആരോ, നീ എന്റെ കാമുകനല്ലേ? അപ്പൊ നീ എങ്ങനെ എന്റെ വീട്ടിൽ പോരുക? അത് ശരിയല്ലല്ലോ. ഇല്ലേ ഗൈസ്, നിങ്ങളൊക്കെ കമന്റ് കാണലില്ലേ ഇതെന്റെ കാമുകനാണ് എന്ന് പറഞ്ഞിട്ട്? അപ്പൊ കാമുകനെയും കൊണ്ട് വീട്ടിൽ പോകാൻ പാട്ടുണ്ടോ? കാമുകന്റെ അച്ഛൻ നാളെ വരുമോ? കാമുകന്റെ അച്ഛനും നാളെ വരും. കാമുകന്റെ അച്ഛന്റെ ചെലവാട്ടോ രാവിലത്തെ ഫുഡ്. അതെങ്ങനെ? ഞാനിപ്പോ അരുണേട്ടനെ വീട്ടിൽ പോയി വന്ന എന്നാ പിന്നെ നീ എന്നെ കെട്ടിയത് തന്നെ. സർട്ടിഫിക്കറ്റ് ഉണ്ടോ? സർട്ടിഫിക്കറ്റ് 2 ഉണ്ട്. സർട്ടിഫിക്കറ്റ് വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ സർട്ടിഫിക്കറ്റ് കാണിച്ചു തരാം. അബ്ദുൽ സലീമും ഞാനും തമ്മിൽ വിവാഹം കഴിച്ച സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ പൂർണ്ണെത്തിയതിനു ശേഷം കാണാം. ചിലപ്പോൾ ഒന്ന് നോമിൻ്റെ സിസ്റ്ററുടെ വീട്ടിൽ പോകണം, തീരുമാനിച്ചിട്ടില്ല. പാപ്പയും കൂടി പോരെങ്കിൽ ഇങ്ങോട്ട് പോരണം. കാരണം അരുണേട്ടന് വണ്ടി ഓടിക്കാൻ വയ്യെന്നേ. അരുണേട്ടന് പനിയാ. അപ്പോൾ വാപ്പയുടെ ഫ്ലൈറ്റ് എടുത്തിട്ട് പോവാന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പപ്പനെയും കൂട്ടിയിട്ടൊന്ന് പോവാന്ന് കരുതി. പോയി നോക്കട്ടെ. അപ്പൊ ഏതായാലും ബാക്കിയൊക്കെ പുനരെത്തിയിട്ട് കാണാട്ടോ. പോവല്ലേ. അയ്യോ മെല്ലിറങ്ങ് കുഞ്ഞ. ഇതുണ്ടല്ലോ, അരുണിന്റെ വീട്ടിലെ പൂച്ച പ്രസവിച്ചതാണ്. പൂച്ചയുടെ ഡാഡ് ഇതാക്കുന്ന പാപ്പു. ഇതാട്ടോ ഡാഡ്. മമ്മിയുടെ പോയി. പൂച്ചയുടെ മമ്മി അങ്ങ് അവിടെയാണുള്ളത്. അപ്പൊ പൂച്ചയുടെ കുട്ടികളാണിത്. മറ്റേ പേർഷ്യൻ കാറ്റ് ഉണ്ടല്ലോ,
അതാണ് ഉള്ളത്. എന്ത് ഭംഗിയല്ലേ, ഒരു രക്ഷയില്ല. ഇത് രമണി, ഇത് ശാന്ത, ഒന്ന് ലീല. പേരിടു ഗൈസ്. ആ ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും പൂച്ചനെ വേണമെങ്കിൽ ഇതേ പൂച്ചയുടെ മമ്മി ഇതാക്കുന്ന കേട്ടോ. അതാട്ടോ പൂച്ചയുടെ മമ്മി. പൂച്ചയുടെ ഡാഡിനെയും ഞാൻ കാണിച്ചു. ഓ, ഒന്നായിട്ട് രോമായി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ആ പൂച്ചനെ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ഇട്ടോളി. ഇതൊക്കെ കൊടുക്കാനുള്ള പൂച്ചയാണ്. ഒന്നിനെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ മൂന്നെണ്ണം ഡാഡിനെ പോലെയല്ലേ, രണ്ടെണ്ണം മമ്മിനെ പോലെ. 3 പൂച്ച ഡാഡിനെ പോലെയും 2 പൂച്ച മമ്മിനെ പോലെയാണ്. ഡാഡി പോയി. അപ്പൊ ഇതാണ് നമ്മുടെ പൂച്ചക്കുട്ടി വിശേഷം. നമ്മുടെ അരുണിന്റെ വീട്ടിലുള്ള പൂച്ചയാട്ടോ. നല്ല ഭംഗിയല്ലേ കാണാൻ. എന്റെ നോക്കുന്നേ, ഇത് യാരിയെന്ന് നോക്കാണ്. ഇതൊക്കെ ഡാഡിനെ പോലെ കേട്ടോ പൂച്ച. ഇങ്ങോട്ടേക്ക് കളിക്കുന്ന ഇത് മമ്മിനെ പോലെ. ഇതിന്റെ കളർ കണ്ടോ, വേറെ കളറാ. ഇത് ആ പൂച്ചയുടെ അമ്മേന്റെ അതേ ഛായ, മുഖഛായ, കളർ ഛായ അല്ലേ? എന്ത് ഭംഗിയല്ലേ കാണാന് പൂച്ച. ഇതാട്ടോ പൂച്ചയുടെ മുത്തശ്ശി, വലിയ മുത്തശ്ശി. ഇതാണ് വലിയ മുത്തശ്ശി പൂച്ചയുടെ. അമ്മ മോളാണ്. എത്ര മോളും എത്ര മോനും അമ്മയല്ലേ? നിങ്ങൾക്കൊന്ന് നോക്കിക്കൂടെ മോനോ മോളോന്ന്? മോളാ ഒന്നിനേക്ക് കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷെ ഇനി കൊണ്ടുപോയി തരാൻ അയ്യല്ലിക്കരുത്. ഇതുങ്ങൾക്ക് മരുന്ന് കൊടുത്ത് ശീലിക്കാത്ത സാധനം മേടിക്കുകയാണ് ഗൈസ്, നാളത്തെ ഫംഗ്ഷനേക്കുള്ളത്. എന്താന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്നെ രണ്ടാമത് കെട്ടിക്കുക. പൈസ പപ്പ റിച്ചാ. തക്കാളി തിരിഞ്ഞെടുക്കുന്ന എന്റെ ഫാദറിനെ കണ്ടോ? എത്ര കിലോനാ വാങ്ങാൻ പറഞ്ഞത്? ഉള്ളി തിരിഞ്ഞെടുക്കുന്ന എന്റെ പപ്പയെ കണ്ടോ ഗായ്സ്? നല്ലത് മാത്രമേ പറ്റുള്ളൂ. എല്ലാം തിരഞ്ഞു നോക്കി നല്ലത് മാത്രമേ എടുക്കുള്ളൂ. ആരുടെ പാവ എന്റെ മോനാട്ടോ ലോഡിങ്ങുകാരന്. ഒയ്യാ ഹോയ് സഞ്ജു, ഒയ്യാ ഹോയ് തിരിയണ്ട. പാവുണ്ടാവും ഒരാ ലോഡിങ്ങുകാരന്.
അടുത്ത് സാധനം എടുക്കാൻ വന്നതാട്ടോ. അത് മറ്റേ നൂഡിൽസ് അങ്ങോട്ടില്ല, ഇങ്ങോട്ട് പോയിട്ടുണ്ട്. ചായപ്പൊടി ഇതാ അവിടെ ഇവിടെ 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 ഇന്ത പക്കണ്ട്. RKG അത് മറ്റേത് നെയ്യ് 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 RKG അല്ലേ വേണ്ടി? ചെറുത് മതി. 200 അല്ലേ? അങ്ങനെ ഇവിടുന്നും ലോഡിങ് മോന് തന്നെ. സഞ്ജോ പാവ ഉണ്ടാവൂലെങ്കി ഒറ്റ ദിവസത്തേക്ക് മാത്രം വെച്ചല്ല, ഒരാഴ്ചത്തേക്ക് മാത്രം വെച്ച പപ്പയുടെ ഓട്ടോയുടെ പുറത്ത് എൻ്റെ ഫോട്ടോ കണ്ടില്ലേ? വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ വെച്ചു. തിരിച്ച് ഞങ്ങള് പരുപ്പമ്പോയിൽ പോവുകയാണ്. എന്താ വെച്ചാല് എൻ്റെ മൂത്ത സഹോദരിയുടെ ബർത്ത്ഡേ ആണിത്. അപ്പൊ ആശാത്തിനെ കാണാൻ ചെന്നില്ലാന്നും ആരും ഒന്നും കൊടുത്തില്ല എന്നൊക്കെയുള്ള ഫുൾ പരാതി. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു കേക്കും മേടിച്ചിട്ട് അവളെ കാണാൻ പോകാറുള്ളത്. അപ്പൊ അവളെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗിഫ്റ്റായിട്ടൊന്നും ഞാൻ മേടിക്കുന്നില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ചുരിദാറൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം എൻ്റെ പോക്കറ്റ് ചെറുതായിട്ടൊന്ന് കാലിയായി കിടക്കുകയാണ്. അപ്പൊ ഞാൻ കരുതി ഒരു കേക്ക് മേലെ ഒതുക്കാൻ പറ്റുന്നത്. അപ്പൊ കേക്ക് മേടിച്ച് പോകാതെ വിചാരിച്ചു. അപ്പൊ കേക്ക് പോകുന്ന വഴിക്ക് മേടിക്കണം. അങ്ങനെ മേടിച്ച കേക്ക് ഇതാണ്. ഹാപ്പി ബർത്ത്ഡേ സജു. സജിന എന്നാട്ടോ പേര്. ഷോർട്ടാക്കി ഞങ്ങളൊക്കെ സജു പോകും. സജു, സജിന, ശുഭന, ജസ്ന. ജസ്ന ഞാനാണേ. ഗായ്സ് കാണിച്ചു തരാൻ വിട്ടുപോയി. ഗായ്സ് ഗായ്സ് എന്റെ മകനുണ്ട് ഗായ്സ്. ഇവന്റെ മമ്മിയുടെ ബർത്ത്ഡേ ആണ്. ഡിസ്കൗണ്ട് തന്നാ മതി, നിങ്ങൾക്ക് പരസ്യം പോകും. ഗൈസ് പപ്പി അന്നട്ടെ സിൽക്ക എല്ലാരും ഉണ്ട്. ഞങ്ങൾ പോയിട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് വരട്ടോ. കൂടെ ഉത്തരം കിട്ടാത്ത ചേച്ചിയെ എൻ്റെ മക്കളൂടെ ഉണ്ട്. പപ്പി സസ്പെൻഷൻ ഇല്ല, സസ്പെൻഷൻ ഇല്ല. വെരി മാതയോ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ആരും പാടാനില്ല, ഞാൻ ഒറ്റയ്ക്ക് പാടാനല്ലോ. കൈ മുട്ടാൻ ഇനി കേക്കിന്റെ കഷ്ണം കിട്ടുമെന്ന് വിചാരിച്ച് കൊടുത്തിരിക്കുക. മുട്ടലിയ ഓനെന്നെ കൊടുക്ക്, ഓനാക്കാറ്. ഹസ്ബൻഡിന് വേണ്ട. തിരിച്ച് ഗായ്സ് വീട്ടിലേക്ക് പോവാണ്. വെളിച്ചമില്ലാത്തത് വണ്ടിയിലായതുകൊണ്ടാണ്. വെളിച്ചം വന്നു. അപ്പോൾ ബാഗിൽ ഒരാളും കൂടി എക്സ്ട്രാ കൂടിയത് കൊണ്ട് ഞാൻ പപ്പയുടെ കൂടെ പോകുന്നില്ല. അയ്യ വെളിച്ചതാ, വെളിച്ചത്തിനാണോ കുറവ്. പപ്പയുടെ വണ്ടി പൊളിയാട്ടോ.
അപ്പൊ ബാക്കില് അരുണുണ്ട്, സിനോനുണ്ട്, പപ്പയുണ്ട്, മക്കളുണ്ട്, എല്ലാരും ഉണ്ട്. അപ്പൊ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഫുഡെല്ലാം മേടിച്ചു. പുറത്തുനിന്നാണ് ഫുഡ്. സിനോ ഫുഡ് എന്തായി മേടിച്ചേ? കടിച്ചിട്. സിനു പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നത് എമ്മിയിലാട്ടോ. പാർട്ട് ടൈം ജോബ് ചെയ്തിട്ട് പഠിക്കുന്ന ഒരാളാണ്. അത് നമ്മളൊക്കെ ഫീസ് എടുക്കണ്ട. അപ്പൊ ഓന്റെ വകയായിട്ട്, ഓന്റെ വക അല്ല കേട്ടോ, പപ്പയുടെ വക. പപ്പ ബില്ല് കണ്ടിട്ട് ഇപ്പൊ ജെട്ടുമായിരുന്നു. അങ്ങനെ ഒക്കെ മേടിച്ച് വീട്ടിലോട്ട് പോവാണ്. ഡാഡിനെ കണ്ട ഓട്ടോറിക്കലാണ്. അങ്ങനെ വീട്ടിലെത്തി. സിനിക്ക ഒരു ഹായ് പറഞ്ഞ്. ആ ഓര് ഫുഡ് കഴിക്കാഞ്ഞിട്ടാ. ഓയ് സോഫിയോ മോളെ, സോഫിയ കുട്ടി. ആ ഗൈസ്, വേറൊരു കാര്യം പറഞ്ഞുതരാ. ഇതേ അരുണേട്ടനും സിനുവും നിങ്ങളെ രണ്ടാളും എങ്ങനെ ഒരുമിച്ചെത്തിയാലും അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആശാന് പനിയായിട്ട് അങ്ങറ്റായി നിക്കുക. മമ്മി തുറ. അങ്ങനെ ഗൈസ് ഫുഡ് കഴിക്കാണ്. റോസ്റ്റഡും ഞാൻ എടുത്തിട്ടുണ്ടടാ. പപ്പയുടെ വക ചെലവ്. ഞാൻ പറഞ്ഞില്ലേ നാളെ ഒരു പരിപാടി ഉണ്ട്. പപ്പ ഭയങ്കര ഹാപ്പിയാ. ഞാൻ അതിനെക്കാട്ടിലും അപ്പുറം ഹാപ്പിയാണ്. നീ ഹാപ്പിയാ? എന്നാ വാടാ. സിനു അതിനെക്കാട്ടിലും വലിയ ഹാപ്പിയാണ്. പ്രോഗ്രാം മാത്രം പറയരുത് എന്താണെന്ന്. ഞങ്ങൾ ഇവരെ പിടിച്ച് കെട്ടിക്കുകയാണ് നാളെ. കെട്ടിച്ചാലോ? ഫുഡുണ്ട്. സീനു ഹാപ്പിയോട് ഹാപ്പി. എടാ അത് കഴിഞ്ഞാ ഇതൊന്നും എടുത്ത് തിന്നരുതേടാ. കണ്ടോ, എൻജോയ് ചെയ്യാ, ചില്ലാണ് മക്കളെ. അപ്പൊ ഈ വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിക്കെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി കേട്ടോ. ഓക്കെ, ടാറ്റാ, ബൈ.